പശ്ചിമബംഗാളിൽ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. പോളിംഗ് ശതമാനം 50 കടന്നു എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. കെ രാജേന്ദ്രൻ ചേരുന്നുണ്ട്. രാജേന്ദ്രൻ, പോളിംഗ് എങ്ങനെ പുരോഗമിക്കുന്നു? പോളിംഗ് ശതമാനം ഇപ്പോൾ 70 കടന്നിരിക്കുന്നു. വലിയ മുന്നേറ്റമാണ് പോളിംഗ് ശതമാനത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. കാരണം ഇന്ന് മൂന്നാം ഘട്ട പോളിംഗാണ് നടക്കുന്നത്. നേരത്തെ ആദ്യഘട്ടത്തിൽ നടന്നത് 82% പോളിംഗ് ആയിരുന്നു. രണ്ടാം ഘട്ടത്തിൽ നടന്നത് 76% പോളിംഗ്. മൂന്നാം ഘട്ടത്തിലെ പോളിംഗ് 80% കടക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായിരിക്കുന്നു. രണ്ടാം ഘട്ടത്തിൽ വളരെ താഴ്ന്ന പോളിംഗ് ആയിരുന്നു. 2019 താരതമ്യം ചെയ്യുമ്പോൾ ഏതാണ്ട് 6% പോളിംഗ് കുറവ് രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ മൂന്നാം ഘട്ടത്തിലാവട്ടെ ശക്തമായ പോളിംഗ് 80%-ലധികം പോളിംഗ് ഉണ്ടാകുമെന്നാണ് ഇപ്പോഴത്തെ ഒരു പ്രവണത അനുസരിച്ച് നമ്മൾ വിലയിരുത്തേണ്ടത്. ഏറ്റവും കനത്ത പോളിംഗ് നടക്കുന്നത് മുർഷിദാബാദ് മണ്ഡലത്തിലാണ്. അവിടെ CPM-ൻ്റെ പൊളിറ്റ് ബ്യൂറോ അംഗം മുഹമ്മദ് സലീമാണ് മത്സരിക്കുന്നത്. അവിടെയാണ് ശക്തമായ ത്രികോണ മത്സരം നടക്കുന്നു. അവിടെയാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നതെന്നാണ് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടുത്തെ പോളിംഗ് ഏതാണ്ട് ഒരു 80% അടുത്തിരിക്കുന്നു. ഇപ്പോഴും പല ബൂത്തുകളിലും വോട്ടർമാരുടെ നീണ്ട നിര കാണാനുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ഈ അവസാന മണിക്കൂറുകളിലും ശക്തമായ പോളിംഗ് ഉണ്ടാവും. അതുപോലെ ജാംഗിപൂർ, ഉത്തര മാൾഡ, ദക്ഷിണ മാൾഡ ഈ മണ്ഡലങ്ങളിലെല്ലാം തന്നെ നല്ല പോളിംഗാണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആകെയുള്ള ഈ 4 മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2019 2 മണ്ഡലങ്ങളിൽ തൃണമൂൽ കോൺഗ്രസ്സാണ് വിജയിച്ചിരുന്നത്. ഒരു മണ്ഡലത്തിൽ കോൺഗ്രസ് വിജയിച്ചിരുന്നു, ഒരു മണ്ഡലത്തിൽ BJP വിജയിച്ചിരുന്നു. ഇത്തവണ ഈ 4 മണ്ഡലങ്ങളിൽ ഈ മേഖലയിൽ പൊതുവെ ഇടതുപക്ഷവും കോൺഗ്രസും മേൽക്കൈ നേടുമെന്നാണ് വിലയിരുത്തുന്നത്. BJPക്ക് തിരിച്ചടി ഉണ്ടായേക്കാം, അതുപോലെ തൃണമൂൽ കോൺഗ്രസിനും തിരിച്ചടി ഉണ്ടായേക്കാം. ഇനിയുള്ള ഘട്ടങ്ങൾ അത് ബംഗാളിനെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. ഇനിയും 30 മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പ് അവശേഷിക്കുന്നുണ്ട്. 30 മണ്ഡലങ്ങൾ എന്ന് പറയുമ്പോൾ ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. ആകെ 42 ലോക്സഭാ മണ്ഡലങ്ങളാണ് ബംഗാളിലുള്ളത്. ഉത്തർപ്രദേശും മഹാരാഷ്ട്രയും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകളുള്ള സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ പ്രധാനമന്ത്രിയും അതുപോലെ ആഭ്യന്തരമന്ത്രിയായ അമിത്ഷായും കോൺഗ്രസിൻ്റെ പ്രമുഖരായ നേതാക്കന്മാരും ഇടതുപക്ഷത്തിൻ്റെ ദേശീയ നേതാക്കന്മാരും എല്ലാം തന്നെ ഇവിടെ എത്തും. ഇവിടെ വലിയ രീതിയിലുള്ള പ്രചാരണ പരിപാടികളെല്ലാം തന്നെ നടക്കും. നമുക്കറിയാവുന്നതുപോലെ പ്രധാനമന്ത്രി നേരിട്ട് ഇവിടെ എത്തി വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാനുള്ള പരിശ്രമം നടത്തിയിരുന്നു. BJPയുടെ പ്രധാനപ്പെട്ട ഒരു അജണ്ട തുടക്കത്തിലെല്ലാം തന്നെ അത് മോദി സർക്കാരിൻ്റെ വികസനവുമായെല്ലാം ബന്ധപ്പെട്ടായിരുന്നെങ്കിൽ ഈ അവസാന ഘട്ടങ്ങളിൽ നമ്മൾ കണ്ടതെല്ലാം തന്നെ ഒരു വർഗീയ ധ്രുവീകരണം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രസംഗങ്ങളാണ് പ്രധാനമന്ത്രി നടത്തിയിരുന്നത് എന്നതാണ്. അതേസമയത്ത് തന്നെ ഇവിടെ ശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ട്. മമതാ സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരമുണ്ട്. ഇടതുപക്ഷമാവട്ടെ മുൻ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ചെല്ലാം തന്നെ വലിയ മുന്നേറ്റമുണ്ടാക്കുന്നുണ്ട്. ഇത് എത്ര സീറ്റുകളായി മാറും, എത്ര ശതമാനം വോട്ടായി മാറും എന്നതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ വളരെ നിർണായകമാവും. പശ്ചിമബംഗാളിലെ പോളിംഗ് ശതമാനം നിലവിൽ 70 കടന്നിരിക്കുകയാണ്. കെ രാജേന്ദ്രനാണ് നിലവിലെ പോളിംഗ് ശതമാനവുമായി ബന്ധപ്പെട്ട സമഗ്ര വിവരങ്ങൾ നൽകിയത്.